ഹായ് ഓൾ, വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ക്ലാസ് 6 എക്സ് ആൻഡ് വൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഇന്ന് പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ SOF പോലെയുള്ള, അതായത് SOF ഒക്കെ നടത്തുന്ന ഒരുപാട് ഒളിമ്പ്യാഡ് എക്സാമുകൾ ഉണ്ട് അല്ലേ. ആ ഒളിമ്പ്യാഡ് എക്സാമുകൾക്ക് വരുന്ന കുറച്ച് സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കുറച്ച് വീഡിയോസുകളായിട്ട് എപ്പിസോഡ് വൈസ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മൾ ആദ്യത്തെ എപ്പിസോഡാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഫൈവ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നമുക്ക് ചെയ്തു പോവാം. നമുക്ക് ആദ്യത്തെ 5 സെറ്റ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ആദ്യത്തെ 5 ക്വസ്റ്റ്യൻസിൻ്റെ ഒരു സെറ്റാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നേരെ എന്ത് ചെയ്യാം, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുള്ളത്, ഒബ്സർവ് ദ ഫിഗർ ഗിവൺ ബിലോ, ഐഡൻറ്റിഫൈ എക്സ്, വൈ ആൻഡ് സെഡ്. ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ആ ഫിഗർ നോക്കിയിട്ട് എക്സ് എന്താണ്, വൈ എന്താണ്, സെഡ് എന്താണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. എക്സ് ഏതാണ്, വൈ ഏതാണ്, സെഡ് ഏതാണ്. നമുക്ക് നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് സെഡ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഷാഡോ ആണ് അല്ലേ. സെഡ് ഒരു ഷാഡോ ആണ്. സെഡ് എന്താണ്, ഒരു ഷാഡോ ആണ്. നമുക്ക് എക്സ് നോക്കുകയാണെങ്കിൽ എന്താണ്, എക്സ് ഒരാളുടെ ഹാൻഡാണ് അല്ലേ. ഹാൻഡാണ്, ഒരാളുടെ ഹാൻഡാണ് എക്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ വൈ നോക്കുകയാണെങ്കിൽ വൈ എന്താണ്, ഒരു ടോർച്ചാണ് അല്ലേ. വൈ ഒരു ടോർച്ചാണ്. വൈ എന്താണ്, ഒരു ടോർച്ച് അല്ലെങ്കിൽ ലൈറ്റ് സോഴ്സ് ആണ് എന്ത് വൈ എന്ന് പറയുന്നത്. നമ്മൾ ഷാഡോ, ലൈറ്റ്, ഷാഡോ ആൻഡ് റിഫ്ലക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അത് നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഷാഡോ ആണ് എന്ത്, നമ്മുടെ സെഡ് എന്ന് പറഞ്ഞ റീജിയനിലുള്ളത്. അതേപോലെ തന്നെ ഹാൻഡ്, അതായത് ഒരാളുടെ ഹാൻഡ് ആണ് എക്സ് എന്ന് പറയുന്ന മാർക്ക് ചെയ്തിട്ടുള്ളത്. വൈ എന്ന് പറഞ്ഞ മാർക്ക് ചെയ്തിട്ടുള്ളത് ടോർച്ചാണ്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഇത് എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ഇത് വരുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണ് നമ്മൾ നോക്കിയാൽ മതി. യെസ്, എക്സ് ഒപ്പേക്ക് ബോഡിയാണോ? എക്സ് ഒപ്പേക്ക് ബോഡിയാണ്, കാരണം ഹാൻഡ് ആണ് അല്ലേ. ഒപ്പേക്ക് ഒബ്ജക്ട്സ് ആണ് എന്ത്, ഷാഡോസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എക്സ് എന്തായിരിക്കും, ഡെഫിനറ്റ്ലി ഒരു ഒപ്പേക്ക് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആണ്. യെസ്, എക്സ് ഒപ്പേക്ക് ബോഡി വരാൻ ചാൻസ് ഉണ്ട്. എക്സ് എന്താണ്, ഒപ്പേക്ക് ബോഡി. നമുക്ക് വരാൻ ചാൻസ് ഉള്ളതൊക്കെ ഇവിടെ സൈഡിൽ നോട്ട് ചെയ്ത് വെക്കാം. യെസ്, ഇനി വൈ വരാൻ, വൈ എന്താണ്, വൈ ടോർച്ചാണ് അല്ലെങ്കിൽ ലൈറ്റ് സോഴ്സ് ആണ് അല്ലേ. വൈ ലൈറ്റ് സോഴ്സ് വരുന്നുണ്ടോ? യെസ്, വൈ എന്താണ്, ലൈറ്റ് സോഴ്സും വരുന്നുണ്ട്. വൈ ലൈറ്റ് സോഴ്സ് ആണ്. നമുക്കിനി സെഡ് എന്താണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മൾ ഒപ്പേക്ക് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ലൈറ്റ് സോഴ്സിൻ്റെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ, ലൈറ്റ് സോഴ്സിൻ്റെ തൊട്ടടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്ക്രീനിൽ കുറച്ച് അപ്പുറത്തായിട്ട് എന്തുണ്ടാവും, ഷാഡോ ഉണ്ടാവും. ഷാഡോ റീജിയൻ ഉണ്ടാവും അല്ലെങ്കിൽ ഷാഡോ ഉണ്ടാവും അല്ലേ. അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഷാഡോ അവിടെ ഉണ്ടായിട്ടുണ്ടാവും. ആ ഷാഡോ ആണ് നമ്മൾ സെഡ് എന്ന് മാർക്ക് ചെയ്ത്. സെഡ് എന്താണ്, ഷാഡോ ആണ്. അപ്പം എക്സ് ഒരു ഒപ്പേക്ക് ആയിട്ടുള്ള ഒരു ബോഡിയാണ്, വൈ ഒരു ലൈറ്റ് സോഴ്സ് ആണ്, സെഡ് ഷാഡോ ആണ്. ഇത് കൃത്യമായിട്ട് വരുന്ന ഏത് ഓപ്ഷൻ ഉണ്ടോ? യെസ് ഉണ്ട്. ഏതാണ്? ഓപ്ഷൻ എ ആണ്. അപ്പം ഓപ്ഷൻ എ ആണെന്ത്, നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. കാരണം ഒപ്പേക്ക് ബോഡിയാണ് എക്സ് എന്ന് പറയുന്നത്, വൈ ഒരു ലൈറ്റ് സോഴ്സ് ആണ്, സെഡ് ഷാഡോ ആണ്. അപ്പം നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് മിക്സ്ചേഴ്സ് ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ യൂസിങ് എ ഫിൽറ്റർ പേപ്പർ. അതായത് ഒരു ഫിൽറ്റർ പേപ്പർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഏതിനൊക്കെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഏതൊക്കെ മിക്സ്ചേഴ്സിന് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുള്ളത് വിനെഗർ ഉണ്ട്, സോൾട്ട് വാട്ടർ ഉണ്ട്, സാൻഡ് ആൻഡ് വാട്ടർ ഉണ്ട്, ഷുഗർ വാട്ടർ ഉണ്ട്. നമ്മൾ ഇതിൽ നോക്കുകയാണെങ്കിൽ എന്താണ്, വിനെഗർ പ്യുവർ സബ്സ്റ്റൻസ് ആണ് അല്ലെങ്കിൽ സൊല്യൂഷൻ ആണ്. അതെന്താണ്, മിക്സ്ചർ ആണ്, ലിക്വിഡ് മിക്സ്ചർ ആണ്. മിസിബിൾ ആയിട്ടുള്ള ഒരു ലിക്വിഡ് മിക്സ്ചർ ആണ് എന്ത്, വിനെഗർ എന്ന് പറയുന്നത്. കാരണം എന്താണ്, അസറ്റിക് ആസിഡ് ആണ്. അസറ്റിക് ആസിഡ് പ്ലസ് വാട്ടർ ആണെന്ത്, നമ്മൾ വിനെഗർ എന്ന് പറയുന്നത്. അസറ്റിക് ആസിഡ് പ്ലസ് വാട്ടർ ആണെന്ത്, നമ്മൾ വിനെഗർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മിക്സറായിട്ട് നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ സൊല്യൂഷൻ കംപ്ലീറ്റ്ലി ഡിസോൾവ് ആയിട്ടുള്ളൊരു സൊല്യൂഷൻ ആക്കി എന്ത് ചെയ്യാം, നമുക്ക് എടുക്കാം. ഇപ്പോൾ വിനെഗർ എന്താണ്, വിനെഗർ നമുക്ക് ഫിൽറ്റർ പേപ്പർ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ കഴിയില്ല. കാരണം ഫിൽറ്റർ പേപ്പർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഒരു മെറ്റീരിയൽ, ഒരു മിക്സറിലെ ഒരു പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഒരു പാർട്ട് എന്തായിരിക്കണം, സോളിഡ് ആയിരിക്കണം, മറ്റൊരു പാർട്ട് ലിക്വിഡും ആയിരിക്കണം. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഫിൽറ്റർ പേപ്പർ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ എന്താണ്, ഇൻസോളിബിൾ ആയിട്ടുള്ള പാർട്ടിക്കിളും ആവണം അല്ലേ. സോളിഡ് ആവണം, എന്ത് സോളിഡ് ഇൻസോളിബിൾ ആയിട്ടുള്ള ഒരു പാർട്ടിക്കിളും ആവണം. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ സോൾട്ട് വാട്ടർ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മിസിബിൾ ആയിട്ടുള്ള ഒരു ലിക്വിഡ് ആണ് അല്ലേ, അല്ലെങ്കിൽ മിസിബിൾ ആയിട്ടുള്ളൊരു മിക്സ്ചർ ആണ് അല്ലെങ്കിൽ സൊല്യൂഷൻ ആണ് അല്ലേ. സോൾട്ട് വാട്ടർ എന്ന് പറയുന്നത് സോൾട്ട് കണ്ടന്റ് കംപ്ലീറ്റ്ലി എന്തായിരിക്കും,
വാട്ടറിൽ ഡിസോൾവ് ആയിരിക്കും. അപ്പോൾ ഇതെന്ത് ചെയ്യില്ല, ഇത് വരാൻ ചാൻസ് ഇല്ല. ഇതും വിനെഗറും എന്ത് ചെയ്യില്ല, വരാൻ ചാൻസ് ഇല്ല. ഇനി സാൻഡ് ആൻഡ് വാട്ടർ. സാൻഡ് എന്താണ്, സോളിഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. വാട്ടർ എന്താണ്, ലിക്വിഡ് ആണ്. സോളിഡും വാട്ടറിലെ ഒരു മിക്സ്ചറാണ് എന്ത്, സാൻഡ് ആൻഡ് വാട്ടർ മിക്സ്ചർ വരുന്നത്. അപ്പോൾ അതേപോലെ തന്നെ സാൻഡ് എന്ത് ചെയ്യില്ല, കംപ്ലീറ്റ്ലി ഡിസോൾവ് അല്ല. അതിൻ്റെ ഫൈൻ പാർട്ടിക്കിൾസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫിൽറ്റർ പേപ്പർ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നമുക്ക് സാൻഡ് ആൻഡ് വാട്ടർ ചെയ്യാൻ പറ്റൂല, ഫിൽറ്റർ പേപ്പർ യൂസ് ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ആ ഫിൽട്രേഷൻ എന്ന് പറയുന്ന മെത്തേഡിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഷുഗർ വാട്ടർ, നമ്മൾ സോൾട്ട് വാട്ടർ പറഞ്ഞ പോലെ തന്നെ ഷുഗറും വാട്ടറും എന്താണ്, അതും സോളിഡ് ആൻഡ് ലിക്വിഡ് മിക്സ്ചർ ആണ്, അല്ലെങ്കിൽ സൊല്യൂഷൻ ആണ്. അതേപോലെ തന്നെ എന്താണ്, സോൾട്ട് കംപ്ലീറ്റ്ലി വാട്ടറിൽ എന്ത് ചെയ്യും, ഡിസോൾവ് ചെയ്യും. കംപ്ലീറ്റ്ലി വാട്ടറിൽ ഡിസോൾവ് ചെയ്ത മെറ്റീരിയൽസിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഇവോപ്പറേഷൻ. ഇവോപ്പറേഷൻ എന്ന് പറയുന്ന ടെക്നിക്കാണ് നമ്മൾ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പം ഇവോപ്പറേഷൻ വെച്ചിട്ട് നമുക്ക് ഷുഗർ വാട്ടറിനെയും സോൾട്ട് വാട്ടറിനെയും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സാൻഡ് ആൻഡ് വാട്ടറിനെ സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഫിൽറ്റർ പേപ്പർ വെച്ചിട്ട് ചെയ്യാൻ കഴിയും. അപ്പം നമ്മളോട് ചോദിച്ചിട്ടുള്ള ആൻസറിൽ കൃത്യമായിട്ട്, നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള ആൻസർ വരുന്നത് ഏതാണ്, ഓപ്ഷൻ സി ആണ്. കാരണം നമുക്ക് സാൻഡ് ആൻഡ് വാട്ടർ ആണ് എന്ത്, നമുക്ക് അതായത് അത് കംപ്ലീറ്റ്ലി ഡിസോൾവ് അല്ല, അല്ലെങ്കിൽ എന്താണ്, അത് ഇൻസോളിബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട് എന്ത് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഫൈൻ ആയിട്ടുള്ള സോളിഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഓപ്ഷൻ സി സാൻഡ് ആൻഡ് വാട്ടർ എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് എന്ത്, റൈറ്റ് ആൻസർ ആയിട്ട് വരാം. നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്, വൈ ഈസ് വാട്ടർ യൂസ്ഫുൾ ടു എർത്ത് ഓൺ ലൈഫ് ഓൺ എർത്ത്. അതായത് എർത്തിലുള്ള ലൈഫിന് എന്തുകൊണ്ടാണ് വാട്ടർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം അല്ലേ. ഇറ്റ് മെയിൻറ്റെയിൻസ് എക്കോളജിക്കൽ ബാലൻസ്. അതായത് എക്കോളജിൻ്റെ ബാലൻസ്, എക്കോളജിക്കലി പോപ്പുലേഷൻ ഒക്കെ അത് ബാലൻസ് ചെയ്യുന്നുണ്ട് അല്ലേ. കാരണം മോസ്റ്റ്ലി എല്ലാ ലിവിങ് ബീങ്സിനും എന്ത് വേണം, വാട്ടർ എസെൻഷ്യൽ ആണ് അല്ലേ. അപ്പം നമ്മളുടെ എക്കോളജിക്കൽ ബാലൻസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്, വാട്ടറാണ്. അതേപോലെ തന്നെ നമ്മളുടെ എർത്ത് മൊത്തം കവർ ചെയ്തിട്ടുള്ളത് എന്താണ്, 70% ഓഫ് നമ്മളുടെ എർത്ത് അറ്റ്മോസ്ഫിയർ, അല്ലെങ്കിൽ എർത്ത് എന്താണ്, കംപ്ലീറ്റ്ലി കവേർഡ് വിത്ത് വാട്ടറാണ്. അപ്പം നമ്മൾ ഇറ്റ് മെയിൻറ്റെയിൻസ് എക്കോളജിക്കൽ ബാലൻസ് എന്ന് പറയുന്നത് എന്താണ്, ശരിയായിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അതേപോലെ തന്നെ ഇറ്റ് സസ്റ്റെയിൻ ലൈഫ്, ലൈഫിനെ സസ്റ്റെയിൻ ചെയ്യുന്ന അല്ലേ. ലൈഫ് നമുക്ക് എല്ലാ ലിവിങ് ബീങ്സിനും എന്താണ്, വാട്ടർ വേണം അല്ലേ. വാട്ടർ എന്താണ്, എസെൻഷ്യൽ ആണ്. അതുകൊണ്ട് അത് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്, ലൈഫിനെ സസ്റ്റെയിൻ ചെയ്യുന്നത് എന്താണ്, വാട്ടറാണ്. അപ്പം ഇറ്റ് സസ്റ്റെയിൻ ലൈഫ് എന്ന് പറയുന്നത് എന്താണ്, ശരിയായിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് നെസസറി ഫോർ റെസ്പിറേഷൻ ഇൻ അക്വാട്ടിക് ഓർഗാനിസം. അതായത് അക്വാട്ടിക് ഓർഗാനിസത്തിൽ വാട്ടർ എന്താണ്, എസെൻഷ്യൽ ആണ്. എന്തിനാണ്, അവർക്ക് ബ്രീത്ത് ചെയ്യാൻ അല്ലെങ്കിൽ റെസ്പിറേഷന് ഹെൽപ്പ് ചെയ്യുന്നത് വാട്ടറാണ്. കാരണം വാട്ടറിൽ ഡിസോൾവ് ആയിട്ടുള്ള ഓക്സിജനാണ് അവരെന്ത് ചെയ്യുന്നത്, റെസ്പയർ ചെയ്യുന്നത്. അതായത് വാട്ടറിൽ ഡിസോൾവ് ആയുള്ള ഓക്സിജനാണ് അവർ റെസ്പയർ ചെയ്യുന്നത്. അപ്പം ഇറ്റ് ഈസ് നെസസറി ഫോർ റെസ്പിറേഷൻ ഇൻ അക്വാട്ടിക് ഓർഗാനിസം എന്ന് പറയുന്നത് എന്താണ്, അതും ശരിയായിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അപ്പം നമുക്ക് ഈ തന്നിട്ടുള്ള 3 സ്റ്റേറ്റ്മെൻറ്റ്സും അല്ലെങ്കിൽ 3 ഓപ്ഷൻസും 1ഉം 2ഉം 3ഉം റൈറ്റ് ആയതുകൊണ്ട് തന്നെ ആ 3 വരുന്ന ഏത് ഓപ്ഷനാണ്, ഓപ്ഷൻ എ ആണോ, ഓപ്ഷൻ ബി ആണോ, ഓപ്ഷൻ സി ആണോ, ഓപ്ഷൻ ഡി ആണോ നോക്കാം. യെസ്, നമ്മൾ ഓപ്ഷൻ ഡി തന്നെയാണ് അല്ലേ. ഓപ്ഷൻ ഡി ആണ് എന്ത്, എല്ലാ ഓപ്ഷൻസും ക്ലിയർ ആയിട്ട് മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പം ഓപ്ഷൻ ഡി ആണ് എന്ത്, നമ്മളുടെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തന്നുള്ളത്, വൈറ്റ് ഓഫ് ആൻ എഗ്, ഒരു എഗ്ഗിൻ്റെ വൈറ്റ് ടേൺസ് വയലറ്റ് when 2 drops of copper sulfate and 10 drops of caustic soda are added to it. This indicates the presence of which components of food. അതായത് കോസ്റ്റിക് സോഡയുടെ 10 ഡ്രോപ്സും അതേപോലെ തന്നെ 2 drops ഓഫ് കോപ്പർ സൾഫേറ്റും നമ്മൾ ആഡ് ചെയ്തപ്പം എഗ്ഗിൻ്റെ വൈറ്റ് എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ വയലറ്റ് കളറായിട്ട് ചേഞ്ച് ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. എന്താ, നമുക്ക് 4 തരത്തിലുള്ള ടെസ്റ്റുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഡിഫറെൻറ്റ് കോമ്പണൻസിൻ്റെ ടെസ്റ്റുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രോട്ടീൻ ഉണ്ട്, അതേപോലെ തന്നെ നമ്മൾ സ്റ്റാർച്ചിൻ്റെ ടെസ്റ്റ് ഉണ്ട്, അതേപോലെ തന്നെ നമ്മൾ ഫാറ്റിൻ്റെ ടെസ്റ്റ് ഉണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് ടെസ്റ്റുകൾ നമ്മൾ കോമ്പണൻസ് ഓഫ് ഫുഡ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു ക്വസ്റ്റ്യൻസിൽ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ നമുക്ക് ഡിസ്കസ് ആ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ എന്താണ്, പ്രോട്ടീൻ എന്ന് പറയുന്ന മെറ്റീരിയലിന്, അല്ലെങ്കിൽ പ്രോട്ടീൻ എന്ന് പറയുന്ന കോമ്പൗണ്ടിൻ്റെ ടെസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് എന്ത്, 2 drops ഓഫ്
2 drops ഓഫ് കോപ്പർ സൾഫേറ്റ് CuSO4 എന്ന് പറയുന്ന കോപ്പർ സൾഫേറ്റിനെയും 10 drops എന്ത് ചെയ്യും നമ്മൾ കോസ്റ്റിക് സോഡയും ആഡ് ചെയ്യും. 10 drops ഓഫ് കോസ്റ്റിക് സോഡയും നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അതിൻ്റെ കളർ ഇറ്റ് ടേൺസ് വയലറ്റ് ഓർ നമ്മൾ ഒരു പർപ്പിൾ അല്ലെങ്കിൽ ഒരു വയലറ്റ് കളറിലേക്ക് അത് വരും. അപ്പം അതെന്താണ്, ഇറ്റ് ഷോസ് ദ പ്രസൻസ് ഓഫ് പ്രോട്ടീൻ. അപ്പോൾ പ്രോട്ടീൻ്റെ ടെസ്റ്റാണ് എന്ത് നമ്മൾ കോപ്പർ സൾഫേറ്റും കോസ്റ്റിക് സോഡയും വെച്ച് ചെയ്യുന്നത്. അപ്പം എഗ് വൈറ്റ് എന്താണ്, ഇറ്റ്സ് എ പ്രോട്ടീൻ. അപ്പം നമുക്ക് മനസ്സിലായി എഗ് വൈറ്റ് എന്താണ്, ഒരു പ്രോട്ടീനാണ്. അതാണ് നമുക്ക് ഇവിടെ അതിൻ്റെ പ്രസൻസ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു റിയാക്ഷനിലൂടെ നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നമുക്ക് എന്താണ് ഏത് വിച്ച് കോമ്പണൻ്റ് ഓഫ് ഫുഡാണ് അവിടെ പ്രസൻറ്റ് ചെയ്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതാണ് ഓപ്ഷൻ ബി പ്രോട്ടീൻസ് ആയിരിക്കില്ല. പ്രോട്ടീൻ്റെ ടെസ്റ്റാണ് എന്ത് നമ്മൾ കോപ്പർ സൾഫേറ്റും കോസ്റ്റിക് സോഡയും വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് എന്ത് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എ മാഗ്നറ്റ് എക്സ് റിപ്പൽസ് അനദർ മെറ്റൽ വൈ ദെൻ. അങ്ങനെയാണെങ്കിൽ ഒരു മാഗ്നറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, എക്സ് എന്ന് പറഞ്ഞ മാഗ്നറ്റ് വൈ എന്ന് പറയുന്ന ആളെ എന്ത് ചെയ്യുന്നുണ്ട്, റിപ്പൽ ചെയ്യുന്നുണ്ട്. വൈ എന്ന് പറയുന്ന മെറ്റലിന് എന്ത് ചെയ്യുന്നുണ്ട്, റിപ്പൽ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വൈൻ്റെ ക്യാരക്ടർ എന്തായിരിക്കും, ക്യാരക്ടറിസ്റ്റിക് എന്തായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വൈ മസ്റ്റ് ബി എ നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽ ഉണ്ട്, വൈ മസ്റ്റ് ബി എൻ ഇൻസുലേറ്റർ എന്ന് പറയുന്നുണ്ട്, വൈ മസ്റ്റ് ബി എ മാഗ്നറ്റ് എന്ന് പറയുന്നുണ്ട്, വൈ മസ്റ്റ് ബി എ കണ്ടക്ടർ എന്ന് പറയുന്നുണ്ട്. വൈ കണ്ടക്ടർ ആവും. കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഇലക്ട്രിസിറ്റി, അല്ലെങ്കിൽ നമ്മൾ ഇലക്ട്രിസിറ്റിൻ്റെ കേസിൽ കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്ന ആളല്ലേ. അതേപോലെ തന്നെ നമ്മൾ ഹീറ്റിൻ്റെ കണ്ടക്ടേഴ്സ് പഠിച്ചിട്ടുണ്ട്. ഹീറ്റിൻ്റെ കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഹീറ്റിനെ കണ്ടക്ട് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ ഹീറ്റിൻ്റെ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ മാഗ്നറ്റിൻ്റെ കേസിൽ നമ്മൾ പറയുമ്പോൾ എന്താണ് അട്രാക്റ്റൻസ് എന്ന് പറഞ്ഞാൽ അല്ലേ, അട്രാക്റ്റൻസും അതേപോലെ തന്നെ എന്താണ് നമ്മൾ നോക്കുകയാണെങ്കിൽ അട്രാക്റ്റ് ചെയ്യാത്ത നോൺ അട്രാക്റ്റൻസും ആണ് നമ്മൾ മാഗ്നറ്റിൻ്റെ കേസിൽ ഉണ്ടാവുക അല്ലേ. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് അട്രാക്റ്റ് ചെയ്യുന്നില്ല, ഇത് റിപ്പലാണ് ചെയ്യുന്നത്. അതായത് എക്സ് എന്ന് പറഞ്ഞ മാഗ്നറ്റിനെ വൈ എന്ന് പറയുന്ന മെറ്റല് റിപ്പൽ ചെയ്യാണ്. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, നമ്മൾ ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ ആണെങ്കിൽ ഇറ്റ് ഓൾവേസ് ഗെറ്റ് അട്രാക്റ്റഡ് ടുവേർഡ്സ് എന്താണ് ഒരു മാഗ്നറ്റിനോട് എന്ത് ചെയ്യും, അത് എപ്പോഴും അട്രാക്റ്റഡ് ആവാണ് ചെയ്യുക. അപ്പം ഈ ഒരു ഓപ്ഷൻ എന്ത് ചെയ്യില്ല, വൈ എന്ന് പറയുന്നത് ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ അല്ലെങ്കിൽ നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽ ആണെങ്കിൽ റിപ്പലും ചെയ്യില്ല അട്രാക്റ്റും ചെയ്യില്ല. മാഗ്നറ്റിക് മെറ്റീരിയൽ ആണെങ്കിൽ അത് ഓൾവേസ് ഗെറ്റ് അട്രാക്റ്റഡ് ആണ്. നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽ ആണെങ്കിൽ എന്താണ്, ഇത് അട്രാക്റ്റും ചെയ്യില്ല റിപ്പലും ചെയ്യില്ല. അപ്പം നമ്മൾ റിപ്പൽ ചെയ്തു എന്നാണ് പറഞ്ഞത്. അപ്പം ഇതെന്ത് ചെയ്യില്ല, ഇത് വരാൻ ചാൻസ് ഇല്ല. വൈ മസ്റ്റ് ബി എൻ ഇൻസുലേറ്റർ. വൈ എന്താണ്, ഒരു ഇൻസുലേറ്റർ ആണെന്ന് പറഞ്ഞത്. ഇൻസുലേറ്റർ നമ്മൾ നേരത്തെ പറഞ്ഞു കണ്ടക്ട് ചെയ്യാൻ കഴിയാത്ത ആൾക്കാരെയാണ് നമ്മൾ ഇൻസുലേറ്റേഴ്സ് എന്ന് പറയാം. നമ്മൾ പെർട്ടിക്കുലർലി നമ്മൾ ഹീറ്റിൻ്റെ കേസിലും ഇലക്ട്രിസിറ്റിൻ്റെ കേസിലും ആണ് നമ്മൾ ഇൻസുലേറ്റേഴ്സൊക്കെ നമ്മൾ യൂസ് ചെയ്യുക. അപ്പം എന്ത് ചെയ്യില്ല, ഇൻസുലേറ്റർ ആണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതേപോലെ തന്നെ വൈ മസ്റ്റ് ബി എ മാഗ്നറ്റ്. ഒരു മാഗ്നറ്റിനെ റിപ്പൽ ചെയ്യാൻ പറ്റുന്നത് ഒരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കുന്ന ഒരു മാഗ്നറ്റിന് മാത്രമായിരിക്കും എന്ത് ചെയ്യാൻ പറ്റുക, അതിനെ റിപ്പൽ ചെയ്യാൻ പറ്റുക. അപ്പം വൈയും എന്തായിരിക്കണം, ഒരു മാഗ്നറ്റ് ആയിരിക്കും. മെറ്റൽ വൈയും എന്തായിരിക്കണം, ഒരു മാഗ്നറ്റ് ആയിരിക്കണം. അതുകൊണ്ടാണ് എന്ത് മാഗ്നറ്റ് എക്സിനെ അതിന് റിപ്പൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഓപ്ഷൻ സി വൈ മസ്റ്റ് ബി എ മാഗ്നറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ആണ് എന്ത് കറക്റ്റായിട്ട് വരാം. ഇനി വൈ മസ്റ്റ് ബി എ കണ്ടക്ടർ. നമ്മൾ നേരത്തെ പറഞ്ഞു കണ്ടക്ട് ചെയ്യാൻ കഴിയുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. കണ്ടക്ട് ചെയ്യാൻ പറ്റാത്തവരെ ഇൻസുലേറ്റേഴ്സ് എന്ന് വിളിച്ചു. അപ്പം വൈ മസ്റ്റ് ബി എ കണ്ടക്ടർ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ, ഇല്ല. അത് ഇലക്ട്രിസിറ്റിൻ്റെ കേസിലോ നമുക്ക് ഹീറ്റിൻ്റെ കേസിലോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, കണ്ടക്ടേഴ്സ് ഇൻസുലേറ്റേഴ്സ് എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയുള്ളൂ. അപ്പം ഇതും എന്താണ് റോങ് ആണ്. ഓപ്ഷൻ സി ആണ് എന്ത് നമ്മുടെ റൈറ്റ് ആൻസർ. കാരണം ഒരു മാഗ്നറ്റിന് റിപ്പൽ ചെയ്യാൻ പറ്റുക വേറൊരു മാഗ്നറ്റിന് മാത്രമാണ്. അതേപോലെ തന്നെ ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ ഓൾവേസ് ഗെറ്റ് അട്രാക്റ്റഡ് ടുവേർഡ്സ് എ മാഗ്നറ്റ്. ഒരു മാഗ്നറ്റിൻ്റെ അടുത്തേക്ക് എപ്പോഴും എന്തായിരിക്കും, അട്രാക്റ്റഡ് ആയിരിക്കും ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ. പക്ഷേ എന്താണ്, റിപ്പൽ ആവില്ല. ഇറ്റ്സ് നെവർ റിപ്പൽ. അതായത് എന്ത് ചെയ്യില്ല, ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ ഒരിക്കലും ഒരു മാഗ്നറ്റിൻ്റെ മുമ്പിൽ വെച്ച് കഴിഞ്ഞാൽ അത് റിപ്പൽഷൻ കാണിക്കില്ല. റിപ്പൽഷൻ കാണിക്കുകയാണെങ്കിൽ ഓൾവേസ് അതെന്തായിരിക്കും, ഒരു മാഗ്നറ്റ് ആയിരിക്കും. അപ്പം നമ്മൾ മാഗ്നറ്റ് എക്സിനായിട്ട് റിപ്പൽ ചെയ്യുന്ന വൈ എന്താണ്, മെറ്റൽ വൈ ഈസ് എ, നമുക്ക് നോക്കുകയാണെങ്കിൽ എന്താണ്, ഇറ്റ്സ് ഓൾസോ എ മാഗ്നറ്റ്. അതും എന്താണ് ഒരു മാഗ്നറ്റ് ആയിട്ട് നമുക്ക് കാണുന്നത്. അപ്പം നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ്, നമ്മൾ ഏകദേശം 5 ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാറുന്നത്. നമ്മൾ 5 ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ നെക്സ്റ്റ് സെറ്റ് ഓഫ് 5 ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അപ്പോൾ താങ്ക് യു ആൾ.